ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് കേട്ടോ. ഇപ്പോൾ ഞാനുള്ളത് എൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ. 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഉമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പോൾ ഇതാ ഞാൻ എണീച്ചു, പല്ലൊക്കെ തേച്ച്. ഇന്ന് കുറച്ച് നേരം വൈകിട്ടാട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി വന്ന് നേരം വൈകിട്ടാട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി ദോശയും ചട്നിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. പറഞ്ഞ പോലെ തന്നെ നല്ല മുരിഞ്ഞ ദോശയും നല്ല അടിപൊളി ചട്നിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ദോശയായിരുന്നു കേട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉപ്പപ്പയും കൂടി ഉണ്ടായിരുന്നു. ഉപ്പപ്പ 2 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ഉപ്പപ്പ തിരിച്ചു പോകട്ടോ. അങ്ങനത്തെ നല്ല രീതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. വേറെ എവിടേക്കല്ല, ഉമ്മയുടെ വീട്ടിലേക്കാണ്. എൻ്റെ മാമാടെ മോളെ ഡെലിവറി കഴിഞ്ഞിട്ട് ആളവിടെ ഉണ്ട്. അപ്പോൾ ആളെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അവളെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അങ്ങനത്തെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ട് ഓരോരുത്തരെയും വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ. കാരണം എന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത്ര നേരം അവർ നിന്നത്. ഇപ്പം ഞാൻ റെഡി ആയിട്ടും അവർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ലേ. ഞാനും ഇച്ചും ഹെനാപ്പയും ഉപ്പപ്പയും കൂടിയിട്ടാണ് പോണത്. ഉപ്പപ്പാനെ പിന്നെ അവിടെ ആക്കി കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പപ്പ കഞ്ഞിയൊക്കെ കുടിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഉപ്പപ്പ കഞ്ഞി കുടിക്കാൻ നേരം നമ്മളതങ്ങനെ TV ഒക്കെ നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പത്തിനും നമ്മളെല്ലാവരും കൂടി വണ്ടിയിലൊക്കെ കയറിയിട്ട് പോവുകയാണ്. ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു ഷോപ്പും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ഹൈപ്പർ മാർക്കറ്റ് തുറന്ന കാരണം നമുക്ക് ഉണ്ണിക്ക് 2-3 ഐറ്റംസും കൂടി കിട്ടാണ്ടായിരുന്നു. അവൻ അത് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പപ്പ ഞങ്ങൾക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഉപ്പപ്പാടെ കൂടെ പോയാൽ ഇതാണ് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് മേടിച്ച് തരും. അങ്ങനെ അത് ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മളവിടെ എത്തി. ചെന്നപ്പാടെ തന്നെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ആളെ നല്ലപോലെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആളും ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ. അങ്ങനെ അവളെയും കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ നമ്മൾ പോണത് വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ എത്തുമ്പോൾ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ചെന്നപാട് തന്നെ നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ സാദാ ചോറ് തന്നെ കേട്ടോ പറ്റുള്ളൂ. കാരണം എനിക്ക് ഒരു മോര് കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി മേടിച്ചാൽ പൊള്ളിച്ച ചിക്കനും നെയ്ച്ചോറൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് അവർ കൊണ്ടുവന്ന കേക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉമ്മയുടെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാമ ബെഡ് റെസ്റ്റിലായ കാരണം മാമാനെ കാണാൻ വേണ്ടി വന്നതായിട്ട്. മാമ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ചായ ഉണ്ടാക്കിയത് ഞാൻ അടിച്ച് മാറ്റി ചായ കുടിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം അവർ പോയിട്ടാ. പിന്നെ നമ്മളെ കലാപരിപാടികൾക്ക് നടന്നു. കൂന്തൽ നിറച്ചത് അതാട്ടെ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സംഭവം സക്സസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.